18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ആദ്യഘട്ടം വന്നപ്പോൾ ബി.ജെ.പിയുടെ പ്രതീക്ഷ 400 സീറ്റിലധികം നേടി ഭരണത്തിലെത്താം. അത് എൻ.ഡി.എ മുന്നണി. ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് 370 സീറ്റ്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ 370 എന്ന പ്രൊജക്ഷൻ, 400 എന്ന അവകാശവാദം അല്ലെങ്കിൽ ആ ആഗ്രഹം അത് പൂവണിയാൻ സാധ്യതയുണ്ടോ? 3 ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിലയിരുത്തുമ്പോൾ ഉരുത്തിരിയുന്ന ചിത്രം എന്താണ് എന്നാണ് എന്നെ കേൾക്കുന്നവരുമായി ഞാൻ പങ്കുവെക്കുന്നത്. നോക്കൂ, 400 സീറ്റ് ലഭിക്കണമെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചതിനേക്കാൾ വളരെ ഏറെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് 303 സീറ്റാണ്, എൻ.ഡി.എ മുന്നണിക്ക് ആകെ 340 പരം സീറ്റുകളാണ്. അത് 400ലേക്ക് എത്തണമെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ വലിയ ഒരു തരംഗം ഉണ്ടാവണം. ആ തരംഗം ഉണ്ടാകണമെങ്കിൽ നല്ല വോട്ടിംഗ് ശതമാനം ഉണ്ടാകണം, ഒരു പോളിംഗിൽ ഒരു വർധന ഉണ്ടാകണം. അതെന്തിന്റെയോ ഇൻഡിക്കേഷനായി വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. അങ്ങനെ ഒരു തരംഗമോ അങ്ങനെ ഒരു വോട്ടിംഗ് ശതമാനത്തിലെ വർധനയോ ഉണ്ടായിട്ടില്ല. വോട്ടിംഗ് ശതമാനത്തിൽ ഇടിവാണ് ഉണ്ടായത്. ആ പശ്ചാത്തലത്തിൽ ഈ ക്ലെയിമിന്റെ സാധുത, അതല്ലെങ്കിൽ അതിന്റെ ഒരു ക്ലെയിം എത്രത്തോളം ടെനബിൾ ആണ് എന്നതിനെ കുറിച്ചുള്ള ഒരു തിരിഞ്ഞുനോട്ടം, ഒരു എത്തിനോട്ടം, അല്ലെങ്കിൽ ഒരു വിശകലനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 5 വ്യത്യസ്തമായ കാരണങ്ങളാൽ, അതെല്ലാം 5നെയും പരമാവധി ഒബ്ജക്റ്റീവായി അതിനെ കാണാൻ നോക്കാം. 5 കാരണങ്ങളാൽ ബി.ജെ.പിയും ദേശീയ ജനാധിപത്യ സഖ്യവും ബാക്ക് ഫുട്ടിലാണ്. അതിലെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട ചലനങ്ങളാണ്. അവിടെ ശതകോടികൾ വന്നു മറിയുന്ന ഇടമാണല്ലോ ഓഹരി. ഓഹരി വിപണി മൂവ് ചെയ്യുന്നത് ടെക്നിക്കൽ പാരാമീറ്റേഴ്സിന്റെയും ഫണ്ടമെന്റൽ പാരാമീറ്റേഴ്സിന്റെയും അടിസ്ഥാനത്തിലാണ്. അതോടൊപ്പം തന്നെ ഇത് രണ്ടിനോടൊപ്പം തന്നെ ഒരു വൈകാരികമായ എലമെന്റും ഉണ്ട്, സെന്റിമെന്റ് എന്ന് പറയാം, മാർക്കറ്റ് സെന്റിമെന്റ്. ഇപ്പൊ ബി.ജെ.പിയും എൻ.ഡി.എയും അധികാരത്തിൽ വരികയും മോദി തുടരുകയും ചെയ്യുമ്പോൾ ഇൻഡസ്ട്രിക്ക് അത് സന്തോഷമാണ്, യാതൊരു സംശയവുമില്ല. ഒരു ഇൻഡസ്ട്രി സൗഹൃദ, വ്യവസായ സൗഹൃദ, വാണിജ്യ സൗഹൃദ നിലപാടാണ്, കോർപ്പറേറ്റ് അനുകൂല നിലപാടാണ് എൻ.ഡി.എ സർക്കാർ എക്കാലത്തും എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഓഹരി വിപണിയെ സംബന്ധിച്ചിടത്തോളം, നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം, പൊതുവെ പണം മുടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടത് സ്റ്റേബിൾ ഗവൺമെന്റ് പോളിസി മാത്രമല്ല, സ്റ്റെബിലിറ്റി. ഓൺലി ബി.ജെ.പി ആൻഡ് എൻ.ഡി.എ ക്യാൻ പ്രൊവൈഡ് സ്റ്റെബിലിറ്റി. ഇതാണ് അവരുടെ ചിന്ത. പക്ഷെ ഇപ്പൊ നോക്കൂ, ഓരോ ഘട്ടങ്ങളിലായി വോളറ്റൈലിറ്റി, മാർക്കറ്റിന്റെ ചാഞ്ചാട്ടം 72,000-നും 75,000-നും ഇടയിൽ നിൽക്കുകയാണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഹരി സൂചികയായ BSE സെൻസിറ്റീവ് ഇൻഡെക്സ്, സെൻസെക്സ് എന്ന് പറയുന്ന BSE സെൻസെക്സ് ഭീകരമായ രീതിയിലാണ് ഓരോ ദിവസവും 1% ചാഞ്ചാട്ടം വരുന്നത്. 1%, 0.5% മുതൽ 1.5% വരെയുള്ള വളരെ വലിയ ചാഞ്ചാട്ടമാണ്. ഏതാനും പോയിന്റുകൾ മാറുന്നതല്ല, ഇത് വളരെ വലിയ ഒരു ചാഞ്ചാട്ടമാണ് ബോംബെ ഓഹരി വിപണി കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ കാണിച്ചത്. തെരഞ്ഞെടുപ്പ് തുടങ്ങിയതിന് ശേഷം നാളിതുവരെ കാണിച്ച ഈ കഴിഞ്ഞ ഒരു മാസത്തെ ചാഞ്ചാട്ടം ഭീതിപ്പെടുന്ന ചാഞ്ചാട്ടമാണ്. അതിനർത്ഥം എന്താ? നിക്ഷേപകർക്ക് വ്യക്തമായ ഒരു ദിശാബോധമില്ല, കോർപ്പറേറ്റുകൾക്ക് ഒരു ദിശാബോധമില്ല. ആര് ജയിക്കും എന്നതിനെ കുറിച്ച് അവർക്ക് വ്യക്തതയില്ല. ബി.ജെ.പി ജയിക്കുമെന്ന് വ്യക്തമായിരുന്നെങ്കിൽ ഓഹരി വിപണി കൺസോളിഡേറ്റഡ് ആകുമായിരുന്നു, സ്റ്റെബിലൈസ്ഡ് ആകുമായിരുന്നു, വോളറ്റിലിറ്റി ഉണ്ടാവില്ല. എല്ലാ തെരഞ്ഞെടുപ്പിന് മുമ്പിലും വോളറ്റിലിറ്റി ഉണ്ടാകുമെന്ന് സമ്മതിക്കുന്നു. പക്ഷേ ഇപ്രാവശ്യത്തെ വോളറ്റിലിറ്റി ഇൻഡെക്സ് മുൻകാലങ്ങളെക്കാൾ 2014-ലേക്കാളും 2019-നേക്കാളും കൂടുതലായിരുന്നു. അതൊരു സൂചനയാണെങ്കിൽ അത്ര ശുഭകരമല്ല ബി.ജെ.പിയുടെ ഒരു പ്രോസ്പെക്ട്സ്. അതാണ് ഒരു കാര്യം. രണ്ടാമത്തേത് ഊഹക്കച്ചവടമാണ്, ബെറ്റിംഗ്, വാതുവയ്പ് എന്നൊക്കെ പറയും. അത് ഒരു സമാന്തരമായി നടക്കുന്ന ഒരു ഗൂഢപ്രവർത്തനമാണ്. ഈ വാതുവയ്പ്പുകാർ പാർട്ടികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നേതാക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ സീറ്റുകളുടെ എണ്ണം പറഞ്ഞുകൊണ്ട് വാതുവയ്ക്കും. വാതുവെപ്പ് രംഗം വളരെ നിർജ്ജീവമായിരുന്നു ആദ്യകാലത്ത്. എന്തായാലും ബി.ജെ.പി ജയിക്കും. അപ്പൊ വാതുവെക്കുന്നവരെല്ലാം തന്നെ ഒരു 350 സീറ്റ്, ബി.ജെ.പി 370 ഒറ്റയ്ക്ക് കിട്ടുമെന്ന് പറയുമ്പോഴും എൻ.ഡി.എ 400 കിട്ടുമെന്ന് പറയുമ്പോഴും ഒരു 320 മുതൽ 360 സീറ്റ് വരെ എൻ.ഡി.എ സഖ്യത്തിന് ലഭിക്കും. 340 ശരാശരി. അതാണ് പിന്നെ തുടക്കത്തിൽ ഉണ്ടായ ആദ്യഘട്ടം തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം പോകുന്നതിന് മുൻപുണ്ടായിരുന്ന വാതുവയ്പ്പുകാരുടെ ഒരു പ്രൊജക്ഷൻ. പക്ഷെ അത് ഒരു മാസം കഴിഞ്ഞപ്പോൾ, 3 ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വാതുവെപ്പുകാർ ആ നമ്പർ, വാതുവെക്കുന്ന എണ്ണം, ആളുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ
കൂടുതൽ ആളുകൾ ഇപ്പോൾ വാദവയ്ക്കുന്നത് 240-നും 270-നും ഇടയ്ക്ക് സീറ്റിലാണ്. അത്രയും സീറ്റുകളാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ലഭിക്കുക എന്ന് പറയുന്നത്. ഈ മാജിക് നമ്പർ എന്ന് പറയുന്നത് 273 സീറ്റാണ് വേണ്ടത്. ഭരണം നേടാനായി ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്ന 273 പേരുണ്ടെങ്കിൽ മാത്രമേ ഗവൺമെന്റ് ഉണ്ടാക്കാൻ സാധിക്കൂ. ഒരുപക്ഷെ ഗവൺമെന്റ് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് വിപണി വിചാരിക്കുന്നു. ഇപ്പോഴും വിചാരിക്കുന്നു. കാരണം ഒറ്റയ്ക്ക് BJPക്ക് ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും ഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്നത് ഇപ്പോഴും വിപണി വിശ്വസിക്കുന്നത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് എന്തായാലും ഭൂരിപക്ഷം ലഭിക്കും. ഒരുപക്ഷെ 300ഓളം സീറ്റുകൾ ലഭിച്ചേക്കാം. BJPക്ക് ഒരുപക്ഷെ സീറ്റുകളുടെ എണ്ണം കുറയാം. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും മുന്നണിയായി ഭരിക്കാം. ഇനി അങ്ങനെ സാധിച്ചില്ലെങ്കിൽ പോലും മഹാഭൂരിപക്ഷവും ഞാൻ ഉൾപ്പെടെ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെയെങ്കിൽ സംഭവിച്ചാൽ ഏറ്റവും ദുർഘടമായ കാലഘട്ടത്തിൽ പോലും BJPക്കോ ദേശീയ ജനാധിപത്യ സഖ്യത്തിനോ ആവശ്യത്തിന് നമ്പേഴ്സ് കിട്ടിയില്ലെങ്കിൽ പോലും രണ്ട് സഖ്യത്തിലും ഇല്ലാതെ നിൽക്കുന്ന പാർട്ടികളുണ്ട്. അതിൽ ഒന്ന് ഒറീസയിലെ ബിജു ജനതാദളാണ്. അത് മാത്രമല്ല ആന്ധ്രാപ്രദേശിലെ YSR കോൺഗ്രസ്. ഈ കക്ഷികളൊക്കെ മുൻകാലങ്ങളിൽ തന്ത്രപരമായി BJPയെ വിട്ടുനിന്നുകൊണ്ടും ചേർന്ന് നിന്നുകൊണ്ടും ഒക്കെ സഹായിച്ച ഒരു ചരിത്രമുണ്ട്. ഈ പാർട്ടികളുടെ പിന്തുണ പ്രതീക്ഷിക്കാം. സ്വതന്ത്രർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പിന്തുണയും പ്രതീക്ഷിച്ചുകൊണ്ട് മോദി തന്നെ വീണ്ടും അധികാരത്തിൽ വരും. പക്ഷെ ഇവിടെ ഒരു സൂചനയുണ്ട്. മോദി തന്നെ അധികാരത്തിൽ വരുമോ? മോദി പ്രൊജക്ട് ചെയ്യുന്ന 370-ലേക്ക് അല്ലെങ്കിൽ 300-ലേക്ക് പോലും BJP എത്തിക്കാൻ മോദിക്ക് കഴിഞ്ഞില്ല എങ്കിൽ BJPക്കുള്ളിൽ ഒരുപക്ഷെ രണ്ടാം നിര നേതാക്കന്മാർ പത്തി പൊക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ മോദി ഒരു മഹാമേരു പോലെ നിൽക്കുമ്പോൾ യോഗി ആദിത്യനാഥിനോ വസുന്ധരാജ സിന്ധ്യക്കോ അല്ലെങ്കിൽ ശിവരാജ് സിംഗ് ചൗഹാനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും മോദി അമിത്ഷാ സഖ്യത്തിന്റെ തേരോട്ടം അതിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് രണ്ടാം നിര നേതൃത്വം അല്ലെങ്കിൽ അടുത്ത് വരാനുള്ള നേതൃത്വം. അവർ കിട്ടുന്ന അവസരം ഉപയോഗിച്ചുകൊണ്ട് BJP തന്നെ അധികാരത്തിൽ വരുന്നു, ശരി, പക്ഷെ മോദി അല്ലാതെ മറ്റൊരാൾ എന്ന ചിന്ത ഇപ്പോൾ ആ ചിന്ത ഇല്ല. ഒരുപക്ഷെ നാളുകളിൽ ഇതാണ് സംഭവിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു ചിന്ത വന്നുകൂടായികയില്ല. ഇതാണ് രണ്ടാമത്തെ സാഹചര്യം. മൂന്നാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് തീർച്ചയായും മാധ്യമങ്ങളുടെ ഒരു പ്രൊജക്ഷനാണ്. നമ്മൾ ഗോദി മീഡിയ എന്ന് പറയും. മോദി അനുകൂലിച്ചുകൊണ്ട്, ദേശീയ ജനാധിപത്യ സഖ്യത്തെ അനുകൂലിച്ചുകൊണ്ട് വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ചും ഹിന്ദി ഹൃദയഭൂമിയിൽ തേരോട്ടം നടത്തുന്ന ഗോദി മീഡിയ, അത് ഇംഗ്ലീഷ് മീഡിയയും ഹിന്ദി മീഡിയയും എല്ലാം ഉണ്ട്. ഈ മാധ്യമങ്ങളെല്ലാം തന്നെ മോദിയുടെ അവകാശവാദം പൂർണ്ണമായി ശരിവെക്കുന്ന രീതിയിലുള്ള വാർത്തകളും റിപ്പോർട്ടുകളും ഒക്കെ തന്നെയാണ് കൊടുത്തിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ 1-2 ആഴ്ച ഒരു ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ അത് കുറച്ച് മയപ്പെട്ടു. രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും കഴിഞ്ഞപ്പോൾ ഗോദി മീഡിയയിലെ ചില മാധ്യമങ്ങളെങ്കിലും കുറച്ചുകൂടി റിയലിസ്റ്റിക്കായി കാര്യങ്ങളെ കാണാൻ തുടങ്ങി. ഇപ്പോൾ മോദിയുടെ ലൈവ് ഷോകളൊന്നും തന്നെ പൂർണ്ണമായി ടെലികാസ്റ്റ് ചെയ്യാത്തൊരവസ്ഥ. യാതൊരു സൂചനയാണ്. പല മാധ്യമ ഭീമന്മാരും മാധ്യമ പ്രഭുക്കന്മാരും അവരുടെ ഓഫീസുകളിൽ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. അന്ധമായി മോദിയെ സപ്പോർട്ട് ചെയ്യേണ്ട, ഒരു പക്ഷേ ഭരണമാറ്റമാണ് വരുന്നതെങ്കിൽ തങ്ങളുടെ താല്പര്യങ്ങൾ ഒരുപക്ഷെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി ന്യൂട്രൽ ആകുക. അതുകൊണ്ട് ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ട പോസിറ്റീവ് വാർത്തകളും ദേശീയ മാധ്യമങ്ങളിൽ കൂടുതലായി ഇടം പിടിക്കുന്നു. മോദി അജയ്യനാണ് എന്ന് ആ ഒരു പ്രചരണം മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് കാര്യമായി ഇപ്പോഴുണ്ടാകുന്നില്ല. അപ്പൊ മാധ്യമങ്ങൾ മാറി ചിന്തിക്കുന്നു. ഇതിനുള്ള പ്രധാന കാരണമായി ഞാൻ കാണുന്നത് മാധ്യമങ്ങൾ നടത്തുന്ന എക്സിറ്റ് പോളുകളാണ്. നമുക്കറിയാം, ജൂൺ മാസം 1-ാം തീയതി പോളിംഗ് അവസാനിച്ച് കഴിഞ്ഞു മാത്രമേ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഔപചാരികമായി പ്രസിദ്ധീകരിക്കാനാവൂ, ജനങ്ങളുമായി പങ്കുവയ്ക്കാനാവൂ. പക്ഷേ ഇപ്പോൾ അവരുടെ കയ്യിലുള്ള ഫലങ്ങൾ അവർക്ക് അവലോകനം ചെയ്തുകൊണ്ട് മാധ്യമ മുതലാളിമാർക്ക് അറിയാം എന്താണ് തങ്ങളുടെ എക്സിറ്റ് പോൾ പെട്ടിയിൽ ഇരിക്കുന്നത്. അതൊരു സൂചനയായി അവർ കണ്ടതുകൊണ്ടാണോ ഒരുപക്ഷെ ഇങ്ങനെ ഒരു മനംമാറ്റം എന്ന് ന്യായമായും സംശയിക്കാവുന്നതാണ്. അതാണ് മൂന്നാമത്തെ കാരണം. നാലാമത്തെ ഒരു കാര്യമുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാലാമത്തെ കാരണം എന്ന് പറയുന്നത് ഒരു പോൾ പിച്ചിൽ വന്ന മാറ്റമാണ്. മോദി അതിഗംഭീരമായി, മോദിയാണ് ഏകമുഖം, തെരഞ്ഞെടുപ്പിന്റെ ഏകമുഖം മോദിയാണ്. അനുകൂലമാണെങ്കിലും മോദിയാണ്. മോദിയെ പ്രധാനമന്ത്രിയാക്കാൻ നടത്തുന്ന തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ മോദിയെ പരാജയപ്പെടുത്താൻ നടത്തുന്ന തെരഞ്ഞെടുപ്പ്. അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ വിഷയം എന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മോദിയാണ്. യഥാർത്ഥത്തിൽ മുഖ്യ വിഷയം ഒന്നില്ല എന്നതാണ് BJP അലോസരപ്പെടുത്തുന്ന ഒരു കാര്യം. രാമക്ഷേത്രം ഒരു മുഖ്യ വിഷയമായില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒരു മുഖ്യ വിഷയം ഉണ്ടായിരുന്നു, വൈകാരികമാണ്. അത് ബാലാക്കോട്ട് പുൽവാമ, അത് വലിയ മുഖ്യ വിഷയമാണ്. ദേശീയത, സാംസ്കാരിക ദേശീയത, ഹൈന്ദവ ദേശീയത, അപ്പൊ ഇന്ത്യയുടെ ദേശീയത പൊതുവെ അതെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു സുരക്ഷയ്ക്കെതിരെ ഇന്ത്യയുടെ സുരക്ഷ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ പ്രതികരിക്കണം, മോദിയെ ശക്തിപ്പെടുത്തണം.
അങ്ങനെ ഒരു വൈകാരിക ഫീൽ ഇല്ല. ഓരോ സംസ്ഥാനങ്ങൾ തിരിച്ചുള്ള ഇഷ്യൂസ് ആണ്. ഇവിടെ ലൈംഗിക അപവാദം വരുന്നു കർണാടകത്തിൽ, അതുപോലെ ബംഗാൾ ലൈംഗിക അപവാദം വരുന്നു, അതുപോലെ സന്ദേശ് കാലിയിലെ പ്രശ്നം വരുന്നു, അത് ഓപ്പോസിഷന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഈ അങ്ങനെ പലയിടങ്ങളിലും പല വിഷയങ്ങളാണ്. അങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഒരു ഏക വിഷയമില്ല എന്ന് വന്നാൽ അവിടെ ഒരു വിഷയത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ദേശീയതയെ, ഭൂരിപക്ഷ മതത്തിന്റെ ദേശീയതയെ ആളിക്കത്തിക്കുകയും ന്യൂനപക്ഷ മതത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുകയും സംശയത്തിന്റെ മുന്നിൽ നിർത്തുകയും കോൺഗ്രസ് പാർട്ടിയെയും ഇന്ത്യ മുന്നണിയിലെ മറ്റു കക്ഷികളെയും ന്യൂനപക്ഷ പ്രീണനക്കാരായി ചിത്രീകരിക്കുകയും ചെയ്യുക വഴി പതിവ് ഭൂരിപക്ഷ കൺസോളിഡേഷൻ എന്നതിലേക്ക് മോദി ചുവടുമാറ്റി. അപ്പൊ വികസന റെറ്ററിക്, വികസിത ഭാരതം എന്ന സങ്കല്പത്തോടൊപ്പം തന്നെ അതിനേക്കാൾ തീവ്രമായ പിച്ചിൽ ഇങ്ങനെ ഒരു നറേറ്റീവ് വരികയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്ത്യയുടെ വിഭവങ്ങൾ ന്യൂനപക്ഷങ്ങൾ കൈയടക്കും. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ കെട്ടുതാലി പോലും ചിലപ്പോൾ നഷ്ടപ്പെടും. ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീം തന്നെ ഒരുപക്ഷെ മുസ്ലിങ്ങളാൽ നിറയും. വലിയ തോതിൽ മുസ്ലിങ്ങളെ ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീമിലേക്ക് വരുത്തും എന്ന് വേണ്ട, വളരെ വലിയ തോതിലാണ് അങ്ങനെ ഒരു പ്രചരണം വന്നത്. ഇത് സത്യം പറഞ്ഞാൽ ആത്മവിശ്വാസക്കുറവാണ്. പ്രകടമായി പറഞ്ഞാൽ ആത്മവിശ്വാസം സ്ഫുരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വികസന മുദ്രാവാക്യത്തിൽ ആദ്യം പറഞ്ഞ ആരോഗ്യപരമായ മുദ്രാവാക്യങ്ങളിൽ മാത്രം ഉറച്ചു നിന്നാൽ മതിയായിരുന്നു. ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് എവിടെയോ ഒരു ആശയക്കുഴപ്പം, എവിടെയോ ഒരു അസ്വസ്ഥത, എവിടെയോ ഒരു നമ്പർ തികയായിക ഉള്ളത് കൊണ്ടല്ലേ ഇങ്ങനെ ഒരു ഉറങ്ങിക്കിടക്കുന്ന ഹൈന്ദവ ദേശീയതയെ ഉണർത്താൻ വേണ്ടി ഇങ്ങനെയുള്ള ചില പ്രയോഗങ്ങൾ, അല്ലെങ്കിൽ മുസ്ലിം ബാഷിംഗ് അതിനു വേണ്ടിയല്ലേ എന്ന ഒരു ചിന്തയും സ്വാഭാവികമായി നമ്മുടെ മനസ്സിൽ വരാവുന്നതാണ്. അതാണ് നാലാമത്തെ കാരണം. അവസാന കാരണം, അതും വളരെ നിർണായകമായ ഒരു കാര്യമാണ്. സമുദായങ്ങൾ, ഇന്ത്യയിലെ വോട്ട് വികസന വോട്ട് മാത്രമല്ല. മോദി എന്തെല്ലാം പറഞ്ഞാലും, വികസിത ഭാരതം എന്നൊക്കെ പറഞ്ഞാലും, അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറി എന്ന് മേനി പറയുമ്പോഴും, ബഹിരാകാശത്ത് വലിയ നേട്ടങ്ങൾ ഉണ്ടായി എന്ന് പറയുമ്പോഴും ഇതൊക്കെ വസ്തുത തന്നെയാണ്, സംശയമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഐഡന്റിറ്റി പോളിറ്റിക്സ് ആണ് ഇന്ത്യയിൽ നടക്കുന്നത്. അവരവരുടെ ജാതി, അവരവരുടെ മതം, അവരവരുടെ ഭാഷ, പ്രദേശങ്ങൾ, ഇതുമായിട്ടെല്ലാം ബന്ധപ്പെട്ട വൈകാരികമായ ചില കാര്യങ്ങളുണ്ട്. ഓരോ സംവിധായകനും അതനുസരിച്ചൊക്കെയാണ് ആത്യന്തികമായി വോട്ടിംഗ് തീരുമാനിക്കപ്പെടുക. എക്കാലത്തും ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്ന ക്ഷത്രിയ സമുദായം, അതായത് രാജ്പുട്ടുകൾ, ഇവരെയൊക്കെ സംശയത്തിന്റെ മുന്നിൽ നിർത്തി ചില BJP നേതാക്കളുടെ ഭാഗത്തു നിന്ന് വന്ന ക്ഷത്രിയ വിരുദ്ധ പരാമർശങ്ങൾ ഉത്തർപ്രദേശിലെയും ഒരുപക്ഷെ രാജസ്ഥാനിലെയും ഗുജറാത്തിലെ പോലും രാജപുട്ടുകളെ മാറ്റി ചിന്തിപ്പിച്ചില്ലേ എന്ന സംശയമുണ്ട്. ആ കേന്ദ്രങ്ങളിലൊക്കെ പോളിംഗ് സാമാന്യം കുറവായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. അത് മാത്രമല്ല, മറ്റൊരു കമ്മ്യൂണിറ്റി ജാട്ട് കമ്മ്യൂണിറ്റിയാണ്. ജാട്ട് കമ്മ്യൂണിറ്റിക്ക് രാജസ്ഥാനിലും ഹരിയാനയിലും പഞ്ചാബിലും ഒക്കെ ഡൽഹി മേഖലയിലും എല്ലാം വെസ്റ്റേൺ ഉത്തർപ്രദേശിലും ഒക്കെ നിർണായക സാന്നിധ്യമുള്ള ഒരു പാർട്ടിയാണ്, ഒരു വിഭാഗമാണ് കർഷകരായ ജാട്ടുകൾ. കർഷക പ്രക്ഷോഭത്തെ തുടർന്നുകൊണ്ട് ജാട്ടുകൾക്ക് വളരെ വലിയ ഒരു അവമതി ഉണ്ടായി ഗവൺമെന്റിനോട്, മോദി സർക്കാരിനോട്. ആ കർഷക പ്രക്ഷോഭങ്ങൾ ഇത്രയും നീണ്ടു നിൽക്കുമ്പോഴും അത് പരിഹരിക്കാൻ ക്രിയാത്മകമായി ഗവൺമെന്റ് ഭാഗത്ത് ഒന്നും ചെയ്യുന്നില്ല എന്നത് ഒരു പ്രശ്നമായി അവശേഷിക്കുന്നു. അപ്പൊ ജാട്ടുകൾ ഇപ്പോൾ മുസ്ലിങ്ങളുമായി എക്കാലത്തും ബി ജെ പി ജാട്ടുകളെയും മുസ്ലിങ്ങളെയും വേർതിരിച്ചു നിർത്തിയിരുന്നു. മുസഫർപൂർ കലാപമൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പൊ ജാട്ട് മുസ്ലിം കൺസോളിഡേഷൻ ഒരിക്കലും ഉണ്ടാകാതെ നോക്കിയിരുന്നു. മുസ്ലിങ്ങൾ INDA മുന്നണിക്കും ജാട്ടുകൾ BJP അടങ്ങുന്ന മുന്നണിക്കും വോട്ട് ചെയ്യുന്ന ആ ഒരു രീതി മാറി ജാട്ടുകളുടെ ഒരു വിഭാഗം കൂടി ഒരു പക്ഷേ ഇന്ത്യ മുന്നണിയിൽ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ ചെയ്യും എന്ന ഒരു പ്രതീതിയാണ് ഇപ്പോൾ കാണുന്നത്. ജാട്ടുകളുടെ പ്രധാനപ്പെട്ട പാർട്ടിയായ ചരൺ സിംഗിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ ലോക്ദൾ RLD എന്ന പാർട്ടി ഇപ്പോൾ BJP സഖ്യത്തിലാണ്. വൈകി വന്നതാണ്. പക്ഷേ അവർക്ക് കാര്യമായ ജാട്ടുകളെ ഇപ്പോൾ സ്വാധീനിക്കാൻ കഴിയില്ല. കാരണം ജാട്ടുകൾ താല്പര്യം വ്യത്യസ്തമാണ്. അതുപോലെ തന്നെയാണ് ആ മേഖലയിൽ തന്നെയാണ് ഹരിയാനയിലും ഉത്തർപ്രദേശിലും ഒക്കെ തന്നെയാണ് ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെട്ട വിവാദം. ഗുസ്തി ഫെഡറേഷന്റെ അധ്യക്ഷനെതിരെ ഉണ്ടായ ലൈംഗികമായ ആരോപണങ്ങൾ, ബ്രിജ്ഭൂഷൺ ശരദ് സിംഗിനെതിരെ ചരൺ സിംഗിനെതിരെ ഉണ്ടായ ആരോപണങ്ങൾ, ആ ആരോപണങ്ങളിൽ വേണ്ടത്ര രീതിയിൽ ഗവൺമെന്റ് ശ്രദ്ധ ചെലുത്തിയില്ല. അദ്ദേഹത്തിന് മകന് സീറ്റ് കൊടുത്തു. ഇതൊക്കെ ഗുസ്തി താരങ്ങളെ മാത്രമല്ല ആ പ്രദേശത്തെ സമുദായങ്ങളെ മാറ്റി ചിന്തിപ്പിച്ചു. അത് മാത്രമല്ല ഠാക്കൂർ വിഭാഗം, RK സിംഗിന് ഉൾപ്പെടെ സീറ്റ് നിഷേധിച്ചത് ഠാക്കൂർ വിഭാഗങ്ങളെയും ഒരുപക്ഷെ BJPയിൽ നിന്ന് അകറ്റിയിട്ടുണ്ട്. അപ്പോൾ കമ്മ്യൂണൽ ബാലൻസ് വളരെയധികം ദോഷകരമായി BJPക്ക് ഇപ്പോൾ ബാധിക്കുന്നു. അത് മാത്രമല്ല ഒന്നാം തരം സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ അഖിലേഷ് യാദവ്
ഈ യാദവ് മുസ്ലിം കോമ്പിനേഷൻ ഉപരിയായി അവർക്ക് അനുവദിച്ച ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിക്ക് ലഭിച്ച 62 ലോക്സഭാ സീറ്റുകളിൽ മഹാഭൂരിപക്ഷത്തിലും അവർ യാദവിതര മുസ്ലിം ഇതര OBC-കളെയും ദളിത് കാൻഡിഡേറ്റ്സിനെയും ഫീൽഡ് ചെയ്യുക വഴി അവർ ബഹുജൻ സമാജ് പാർട്ടിയുടെ ദളിത് വോട്ട് ബാങ്കിലേക്കും BJP-യുടെ കയ്യിലുള്ള നോൺ യാദവ് വോട്ട് ബാങ്കിലേക്കും ഇരച്ചു കയറാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ആകെ 5 യാദവ സ്ഥാനാർത്ഥികളെ മാത്രമേ ഫീൽഡ് ചെയ്തിട്ടുള്ളൂ, അതും മുലായം സിംഗിന്റെ കുടുംബക്കാർ മാത്രമാണ്. അതുപോലെ 4 മുസ്ലിം കാൻഡിഡേറ്റ്സിനെ ഫീൽഡ് ചെയ്തിട്ടുള്ളൂ സമാജ്വാദി പാർട്ടി, ഓർക്കണം. അപ്പൊ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഗംഭീരമായി ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗും ഉത്തർപ്രദേശിൽ മാറ്റിപ്പിടിച്ചിരിക്കുന്നവരുടെ തന്ത്രം അതെങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് എന്നറിയില്ല. അതുകൊണ്ട് 80 സീറ്റുകൾ ഉത്തർപ്രദേശിൽ പോരാട്ടം കടുക്കുകയാണെങ്കിൽ BJPക്ക് ഉദ്ദേശിക്കുന്ന നമ്പേഴ്സ് കിട്ടിയില്ല എന്ന് വരാം. അതുകൊണ്ട് ഞാൻ 5 കാരണങ്ങൾ പറഞ്ഞു. ഈ 5 കാരണങ്ങളും BJPയെയും ദേശീയ ജനാധിപത്യ സഖ്യത്തെയും പ്രതികൂലമായി ബാധിക്കാവുന്ന കാരണങ്ങൾ തന്നെയാണ്. എന്നാലും ഞാൻ ഈ അവസരത്തിൽ 3ാം ഘട്ടം കഴിഞ്ഞു നിൽക്കുന്ന അവസരത്തിൽ എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നരേന്ദ്രമോദി എന്നിരുന്നാലും അധികാരത്തിലെത്തും വിത്ത് എ റെഡ്യൂസ്ഡ് മാർജിൻ. കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചതിനേക്കാൾ കുറവ് സീറ്റുകളുടെ പിന്തുണയോടുകൂടി അധികാരത്തിലെത്തും. ഒരുപക്ഷെ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചില്ല എങ്കിൽ പോലും ദേശീയ ജനാധിപത്യ സഖ്യം എന്ന രീതിയിൽ ഭൂരിപക്ഷം ലഭിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോഴും കാണുന്നത്. കാരണം എന്തെല്ലാം പറയുമ്പോഴും ഇന്ത്യ മുന്നണിയുടെ കൺസോളിഡേഷൻ മെച്ചമാണ് എന്ന് പറയുമ്പോഴും അത് വോട്ടാക്കി മാറ്റി സീറ്റാക്കി മാറ്റി BJP ഇന്ത്യയെ പുറത്താക്കാൻ തക്ക കരുത്ത് ഇപ്പോൾ ആർജിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം.